അണ്ണാ ഈ കോച്ചിന് ക്ലാസ് തുടങ്ങി എനിക്ക് ക്ലാസ് വിളിച്ചൂടെ അല്ല കണ്ടിരുന്നെങ്കിൽ പറഞ്ഞേ നമസ്കാരം പറഞ്ഞേ. ആ നീ കുഞ്ഞു വായിലടല്ലേ പോയിട്ട് അവിടെ എന്തൊക്കെയാ ചത്രു പറയുന്നേ? ലാസ്റ്റ് 5 കണ്ടിനെ വേണ്ടി അമ്മ 45 ആള് വന്നിട്ടുണ്ട്. GNR അതെന്താ? പിന്നെ അണ്ണനെ കാണാൻ വേറെ ആൾക്കാരും വന്നിട്ടുണ്ട്. വേറെ കുറച്ച് അധികം ആൾക്കാരുണ്ട്. ഒരു 19ഓളം പേര് ഗ്യാങ്സിന് പുറത്ത് അന്ന പൈസ എടുത്ത് ഉള്ളിലോട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പൈസ എടുത്തിട്ട് ഉള്ളിലോട്ട് പൈസ. അതെ, കാണാൻ ഒരു 5 ലക്ഷം 1 കോടിയോളം. ഒരു ഇപ്പൊ മിനിമം നിങ്ങളൊരു മിസ്റ്റർ എക്സ് ആണെങ്കിൽ പോലും സാറേ നാളെ ജീവിക്കാൻ ഒന്നാമത് ജീവിക്കാൻ പൈസ ഇല്ല. ഒരു 50,000 രൂപ എന്ന് പറയുമ്പോ എന്തുവാ പാർട്ടിയുടെ നിനക്ക് വർഷത്തിലൊരിക്കലൊക്കെ ജീവിക്കാൻ കുറച്ച് പൈസ മതി. ബർഗർ ഷോട്ടില് സാറേ വേറെ എന്തെങ്കിലും പറയണ്ടായിരുന്നു? നമുക്ക് വെളിയിൽ കുറച്ച് പേര് ഞങ്ങളെ കാണാൻ വന്ന് നിൽക്കുന്നു. എനിക്ക് അവരുടെ അടുത്തോട്ട് ഒന്ന് പോണമായിരുന്നു. അപ്പൊ അവൾ കൂടെ അല്ലേ? ഓക്കെ ഓക്കെ സാർ. ആ ഓക്കെ ഓക്കെ. സീരിയൽ നമ്പർ ആരെ കൊടുക്കണ്ടേ? നിങ്ങളൊക്കെ പുള്ളിയാണോ ലീഡർ? ഹലോ, ഇത് ഫാമിലി മെമ്പേഴ്സ് മാറ്റി സംസാരിക്കാം. ഇന്നത്തെ കൺസൈൻമെന്റ് കട്ട് ചെയ്ത കണ്ണ് ഞാൻ തിരിച്ചു വരികയാണ്. താങ്ക് യു സോ അത് മച്ച്. പക്ഷെ ഇത് ഒരു ഫേവർ ഇല്ല. ഇത് ഭാസ്കർ സംസാരിച്ചതിന്റെ രീതി വെച്ച് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആ ഒരു ചെയ്തതിന്റെ സൈഡ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് അന്നേരം കട്ട് ചെയ്തത്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഒരിക്കലും നമുക്കിത് പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വെച്ചുണ്ടാക്കിയ സാധനം നിങ്ങൾ കഷ്ടപ്പെട്ട് പോയി പീഡിയുടെ യാത്ര ചെയ്ത് പിടിച്ചു വെച്ചിട്ട് നമുക്ക് റൈറ്റ് ഒന്നല്ല. താങ്ക് യു സോ മച്ച് മിസ്റ്റർ എക്സ്. താങ്ക് യു. പക്ഷെ അതുകൊണ്ട് നമ്മൾ അസറ്റ് എല്ലാം തിരിച്ചറിയാണ്. ജസ്റ്റ് ഇത് ഫാമിലി മെമ്പേഴ്സ് അറിയണ്ട പേഴ്സണൽ ഇത്. കാരണം അതിന്റെ അവർക്ക് എന്നാലും അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. നിങ്ങൾ ഡീൽ ചെയ്യുന്നവർ അവരെപ്പോഴും നമ്മളെ കണ്ട് ഡീൽ ചെയ്യണമെന്നില്ല. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. കയ്യില് സ്റ്റോറേജ് ഉണ്ട്? ഉണ്ട് ഉണ്ട് ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇതാണ് കട്ട് ചെയ്ത എമൗണ്ട് ഞാൻ തിരിച്ചും കിട്ടും. ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് ലൈക്ക് നിങ്ങൾക്കൊരു ഫേവർ ഇല്ല, നമുക്കൊരു ഫേവർ ഇല്ല. നിങ്ങൾക്ക് കിട്ടേണ്ട റൈറ്റ് ഉള്ള സാധനമാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോ ഒരു ചെറിയൊരു ലെസൺ എന്തായാലും അറിയണം. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബാക്കി ആൾക്കാരൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ഇത് റിപ്രൊക്കഷൻസ് കാണും. ഇത് തെറ്റ് ചെയ്താൽ അതിനുള്ള ആക്ഷൻസ് കാണുന്നുള്ളൂ. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സോ മച്ച്. ശ്രദ്ധിച്ചാൽ മതി ഫാമിലി സൈഡ് നല്ലതുപോലെ പോവാം. അത് നല്ല. പിന്നെ മതാര ഇപ്പൊ എനിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസിസിൽ എന്തായാലും നിങ്ങളുടെ നെക്സ്റ്റ് കൺസൈൻമെന്റിൽ അതിനുള്ള അസറ്റും കാണും. ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നതിന്റെ ബേസിൽ പിന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കണ്ണ് വെളിയിലോട്ട് പോയത്. കാരണം സീരിയൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ വല്ലതും കയറി വന്നാൽ അത് പിന്നെ വേറെ പ്രശ്നം. നമ്മുടെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഗണ്ണ് പുറത്തോട്ട് പോയിട്ടേ ഇല്ല. കാരണം നമ്മൾ നിങ്ങൾ തരുന്ന ഓരോ കണ്ണിന്റെ സീരിയൽ നമ്പർ ഒന്ന് ഓട്ടണം. അത് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇല്ല നമ്മളങ്ങനെ കണ്ണ് പുറത്ത് കൊടുക്കത്തില്ല. കുറെ നാളായിരുന്നു എനിക്കൊന്നും വാസുവും ഇൻസ്ട്രക്ഷനെ കണ്ടിട്ട് കുറച്ചായിരുന്നു. കേജ് കുറച്ച് പേഴ്സണൽ റീസൺസ് ആയിട്ട് ലീവ് ചെയ്യാം. പുള്ളി അമേരിക്കയിലൊക്കെ ആയിട്ട് കുറച്ച് ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി ബിസിയാണ്. പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറില്ല കേജിന്. എന്നാലും ഒരു മനുഷ്യന്റെ കല്യാണവും ഡിവോഴ്സും എല്ലാം ഒരേ വർഷം തന്നെ എങ്ങനെ സഹിക്കും? ചന്ദ്ര, മിസ്റ്റർ എക്സനെ ഇവിടെ ഭയങ്കര കംപ്ലൈന്റ് അളിയാ. എന്നുവെച്ചാ ഈ ഇവിടുത്തെ ഈ ഗ്യാങ്ങിലുള്ളവരൊക്കെ വെളിയിൽ ഗണ്ണ് വിൽക്കുന്ന അളിയാ. കൊറേ അപരാധികളുണ്ട് മിസ്റ്റർ എക്സ്. സത്യം പറയാ ഈ ഗണ്ണ് കൊടുക്കുന്ന. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാം. ഈ ഇൻഫർമേഷന്റെ ലീഡ് പിടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുതരാൻ പറ്റുമോ? ഞാൻ തരാം ഉറപ്പായിട്ടും. ഷെയ്ഡ് ആ പുള്ളിയുടെ പേരെന്തായിരുന്നു സിറ്റിയിൽ കണ്ണ് ഡീൽ ചെയ്യുന്നത്? ഒസാമ ലാദൻ. പുള്ളിയുടെ കയ്യിൽ ഗ്യാങ്ങുകളുടെ ഈ ഗണ്ണെടുത്ത് മറച്ചു വെക്കുന്നവന്മാരുണ്ടല്ലോ മിസ്റ്റർ എക്സൈസ്. വാനൊക്കെ വണ്ടി ഇടിച്ചിട്ട് ഈ സാധനത്തിൽ കൂടെ കേറണം. വണ്ടി ഇങ്ങനെ കേറിയിട്ട് സാധനം സെപ്പറേറ്റ് ആയിട്ട് റോഡിൽ ഇടത്തെ സൈഡിലും ബോഡി ഇപ്പുറത്തും അങ്ങനെ കിടക്കണം. അരഞ്ഞു പോണം. മാംസം ഒരിടത്തും എല്ലായിടത്തും അങ്ങനെയൊക്കെ പോണം.
അല്ല അങ്ങനെ ഒരു നമുക്ക് എന്തായാലും അവരെ ഹാം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പിന്നീട് അവര് കൺസൈൻമെന്റ് ഒരു സാധനം മറക്കുക, പിന്നെ കണ്ണ് വേറെ ഫാമിലി കൊടുത്താൽ കൊടുത്തെന്നുള്ള രീതിയിൽ അവർക്ക് പിന്നെ സിറ്റിയിൽ നടക്കാൻ പറ്റും. വെളിയിൽ സെല്ല് ചെയ്തുകൊണ്ട് സത്യം കൊറേവരുണ്ട് മിസ്റ്റർ. അതായത് ഈ ഗ്യാങ്ങിന്റെ കണ്ണെടുത്ത് സിറ്റിസൺ കൊടുത്ത് കുറെ, അതായത് മറ്റേ 5 crore ഇപ്പം മേടിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഡബിൾ ആയിട്ട് മേടിക്കുന്ന കുറെ അപരാധികളുണ്ട്. അത് 5 crore ആണ്. അതാണ് ഈ പറയുന്നത്. ഞങ്ങളിപ്പോ ഷെയർ ചെയ്ത ആള് 10 CR 15 CR ഒക്കെ സെല്ല് ചെയ്യുന്ന നമുക്ക് ഇൻഫോ. സാർ അവന്റെ പേരെന്താ പറഞ്ഞു സാറേ? ഒസാമ ലാദൻ. പുള്ളിയുടെ കയ്യിൽ നല്ല രീതിയിൽ ബാക്കപ്പ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോ. ഞങ്ങൾക്ക് പക്ഷെ കയറി ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അവരെ എന്തെങ്കിലും ഡീലോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പിടിക്കാൻ പറ്റിയിട്ട് ഞങ്ങൾ ഇൻഫോം ചെയ്താൽ ഞങ്ങൾക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ ഗണ്ണ് പിടിച്ചെടുത്തു ശ്രദ്ധിക്കുക. ഗണ്ണ് തിരിച്ചു കൊടുക്കണം, ഒരിക്കലും നിങ്ങളുടെ കൈ വെക്കരുത്. നിങ്ങൾക്കുള്ള എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് ഒരുപാട് കാണും. നിങ്ങൾ അവരുടെ കണ്ണെടുത്ത് വെക്കരുത്. മാക്സിമം ഒരു നോൺ ഹാർംഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഒഴിവാക്കിയുള്ള രീതിയിലുള്ള ഡീലിങ്സ് ചെയ്താൽ മതി ഇങ്ങനെ ആൾക്കാരെ കൈ കിട്ടുവാണെങ്കിൽ. കോൺഫ്രണ്ടേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ പേരിൽ ഇഷ്യൂ ആണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു പ്രശ്നത്തിൽ പോയി തലയിട്ടെന്നുള്ള രീതി വേണം. അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട. നമ്മള് പിടിച്ചു തരും മിസ്റ്റർ. കയ്യിൽ കൊണ്ടുവച്ചു തരും. കഴിക്കണോ നിങ്ങൾ ചെയ്യാന്നറിയാം. ഓൾറെഡി ചന്ദ്രൻ ഒരു വട്ടം പ്രൂവ് ചെയ്തല്ലോ. അതെ നമ്മൾ 5 കണ്ണ് എക്സ്ട്രാ വാങ്ങിച്ചു തരും. ഞാൻ പിടിച്ചുതരാം. ഇൻഫർമേഷൻ കിട്ടിയ എന്തായാലും ഞാൻ എന്റെ ചെയ്തോളാം. ഞാനൊന്ന് വെളിയിലോട്ടൊന്ന് പോയിട്ട് വരാം. കുറെ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു. പിന്നെ ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി എത്ര ഉണ്ട്? 5 ഗണ്ണോட സീരിയൽ നമ്പർ இருக்கு. நான் அது கொடுக்கவா வேணாமா? പറ சீக்கிரம். ചന്ദ്ര കൊടുക്ക சொல்றான்டா നമ്പർ. ഐ മീൻ ഹലോ கன் நம்பர் குடுக்க சொல்றான். வாசு அடே ஹலோ എന്തായി കഴിഞ്ഞ? അയ്യോ ഇല്ല ഞാൻ ഇവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിക്കാം. മറക്കരുത്. ഇല്ല വാസു അതെ 5 ഈ ഗണ്ണൊക്കെ കോച്ചിന്റെ കയ്യിലുള്ള സത്യം പറയല്. എന്റെ ഒരു 5 സീരിയൽ നമ്പർ ഇருக்கு. അണ്ണാ ഈ കോച്ചിന് വാസു വിളിക്കാം. എനിക്ക് വാസു വിളിച്ചൂടെ? കോച്ച് നമ്മളുടെ ജയിലിൽ കിടന്ന സീനിയർ ആയിരുന്നു, മനസ്സിലായ? ജയിൽ വാർഡനായിരുന്നു. ഓക്കെ ഇതേതാ കളി? ഹലോ ചന്ദ്ര. ഈ ചന്ദ്ര ഏതോ വന്നിട്ട് அந்த ஒசாமாவா அவனோட டீலிங் செய்து. ஓகே கன் டீலிங் தான் அது. நான் ஒபாமாவோ ஒசாமாவோ ஏதோ ஒரு பண்ணாட அவனோட டீலிங் செய்து. சந்திரா கன்ஃபார்ம் ஆயிட்டு அவன்கிட்ட கன் வித்து அது நான் கூட இருந்தேன். ஐ மீன் என்ன வெளியில நிக்க வச்சுட்டு அவன் உள்ள போயிட்டு டீலிங் முடிச்சுட்டு வந்தான். ஓகே அப்புறம் நான் அவனை ചോദിച്ചു എത്ര ഗൺ വിത്തുன்ட்டு. 100 ഗൺ വിത്തുன்னு ஏதோ அவன் சொன்னான். 100 75 ஏதோ. ஓகே 100 ഗൺ വിത്ത് ഇവൻ ചന്ദ്രൻ. ஆமா அப்புறம் സൗണ്ട് വിട്ട് പോണം. പോയി. ഓക്കെ ആരുടെ വെളി കാണാണോ? അണ്ണാ പുറത്ത് GNR അവര് പോയി. ഒരാൾക്കാർ പോയി. വേറെ ആൾക്കാരുണ്ട്. വേറെ ഇവിടെ ഹലോ ഇല്ല ഇങ്ങോട്ട് വരുമോ? നിങ്ങൾ അകത്തോട്ടോ. ബാബുവിന്റെ അപരമുണ്ട്.
ബാബുവിന്റെ അമരനുണ്ട് നോക്കണേ. എന്തൊക്കെയാ ഈ സിറ്റി നടക്കണേ? ഈ സിറ്റിയിൽ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ചെയ്യേണ്ട കാര്യമില്ല. നാളത്തേക്ക് ഗ്യാങ് മീറ്റിംഗ് വിളിക്കണേ. പെണ്ണുണ്ടെന്ന് പറഞ്ഞ എന്താ ബ്രോ പ്രശ്നം? സീരിയൽ നമ്പർ കൊടുക്കണോ? ചന്ദ്ര കൊടുത്തിട്ടില്ലെന്നാ പറഞ്ഞേ മിസ്റ്റർ എക്സിന്. ഞാൻ ആർക്കും കൊടുത്തില്ല. കൊടുത്തു ആർക്കാണോ കൊടുത്ത സീരിയൽ നമ്പർ? സീരിയൽ നമ്പർ എന്തിന്? നിങ്ങളൊക്കെ ആര്? നിങ്ങൾ വെളിയിലുള്ള ഗസ്റ്റ് പെമ്പിള്ളാർക്ക് എന്താ ടിവിയുടെ ഗ്യാങ് ഹൗസിനകത്ത് വന്നൂടെ? ഒരു വാറ് പൊട്ടണ വേണ്ടി വരും. അണ്ണാ കൊടുക്കട്ടെ? എന്ത് ചെയ്യണ? മറ്റേ സീരിയൽ നമ്പർ കൊടുക്കുന്ന വെരിഫൈ ചെയ്തിട്ട് കൂടാ, അല്ലെങ്കിൽ പ്രശ്നമാണോ അത്? നമ്മളായിട്ട് എന്തിനാ വേറെ പ്രശ്നം? മന്ദാരം അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞെ. കൊടുക്കണ്ടെന്ന് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് രാത്രിയിൽ ഇരുന്ന് വീഡിയോ കോളൊക്കെ വിളിക്കണം. 12:39 അവനൊക്കെ രാത്രി ആവുമ്പോ കഴ തൂങ്ങും. അന്നേരം ഗതയും പിടിച്ചിട്ട് രാത്രി വീഡിയോ കോൾ വിളിക്കണം. എന്നെയാണല്ലോ വീഡിയോ കോൾ വിളിക്കണം തൂങ്ങം കിട്ടാൻ ഇവനൊക്കെ. അപ്പൊ കൊടുക്കണ്ടല്ലേ? പറഞ്ഞു ബ്രോ സംസാരിക്കോ? ഹലോ ബ്രോ സുഖല്ലേ? താങ്കളുടെ അനിയൻ വന്നായിരുന്ന ബാബു നമ്പൂതിരി ചേട്ടാ വന്നായിരുന്ന പരാതി? ആ വരുമ്പത്തേക്ക് ഞാൻ പറയാം കേട്ടോ. ഓക്കെ നിന്നെ വലിയ കാര്യമാണ് ആക്ക്. വന്നിട്ട് നിന്നെ പ്രത്യേകിച്ചൊന്ന് കാണുന്നുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അനിയനല്ലേ കാണുമല്ലോ. അതാ നമ്മളെ ബാബുവിന്റെ മനസ്സിലായോ? നമ്മളെ ബാബുവിന്റെ. കാര്യം പറയോ? അല്ലെങ്കിൽ പറഞ്ഞു അടുത്തോട്ട് സൗണ്ട് കേൾക്കുന്നില്ല. DRS എന്നാണ് ആ കൂട്ടായ്മയുടെ പേര്. അപ്പോ നമ്മള് ഇവിടെ ഇടക്ക് ഓരോ ഇവന്റ് ഒക്കെ ഇങ്ങനെ നടത്താറുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്മൾ നടത്തിയത് റേസ് ആയിരുന്നു. അതില് ഫസ്റ്റ് വിന്നറാണ് നമ്മളെ ചന്ദ്രവാസ് ആണ്. അപ്പൊ നമ്മളെ അടുത്ത ഇവന്റ് അപ്പൊ നമ്മൾ അടുത്ത ഇവന്റ് നമ്മൾ നാളെ നൈറ്റ് 11 മണിക്കാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അപ്പൊ അത് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഏരിയ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് അതിന്റെ അകത്ത് ഒരു ടീമിൽ 7 പേര് വെച്ചിട്ട് 2 ടീമിനെ കയറ്റുന്നു. നമ്മള് ബേസ്ബോളിന്റെ ബാറ്റ് വെച്ചിട്ടാണ് ഫൈറ്റ്. ഫസ്റ്റ് റൗണ്ട് പിന്നാവുന്നവര് സെക്കൻഡ് റൗണ്ടിലോട്ട് ക്വാളിഫൈ ചെയ്ത് അങ്ങനെ ഫൈനല് ആ ഒരു ടീമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ടിയുടെ ഒരു 7 പേര് ആ മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു. നമ്മള് നാളെ ഇവന്റ് ആവുമ്പോഴത്തേന് വിടാം. ഇത് തല്ലുള്ള പരിപാടിയല്ലേ ചന്ദ്ര? നീ ഒന്ന് ഡീൽ ചെയ്യണോ? അപ്പോ ടിവിയുടെ ഒരു ഇതായിട്ട് നമ്മൾ സ്ലോട്ട് അവിടെ എഴുതട്ടെ. നമ്മളെത്താം ഉറപ്പായിട്ടും. ഒന്നോ രണ്ടോ വരാൻ രണ്ട് ടീമായിട്ടെങ്കിലും വരാം. ആണല്ലേ? ഓക്കെ എത്ര പേരാ ഒരു ടീമിൽ? എത്ര പേരാ? 7 ഒരു ടീമിൽ 7 പേര്. ഓക്കെ നമ്മുടെ ടീം എത്താം നാളെ. 2 ടീം ഞങ്ങൾ മാക്സിമം നോക്കാം. 2 ടീം നാളെ അവൈലബിലിറ്റി അനുസരിച്ച്. ചന്ദ്രൻ എന്തായാലും ഒരു ടീമിനെ ലീഡ് ചെയ്ത് എന്തായാലും ഫ്രണ്ടിലുണ്ടാവും.
ഓക്കെ ചന്ദ്രനാണ് ഞങ്ങളുടെ പരിപാടിന്റെ രാശി എന്ന് പറയുന്നത്. അണ്ണനെ കാണണം വിളിച്ചു വന്നിട്ട് നിൽക്കായിരുന്നു. വാസോണ്ട ലാസ്റ്റ് ഇവന്റെ അടുത്ത് ലാസ്റ്റ് ഇവന്റെ വിന്നർ ഞാനായിരുന്നു ഒന്ന് പറയുക. ഞാൻ പറഞ്ഞു സെക്കൻഡ് ആയിട്ടില്ല എന്നാലും ഇതിനകത്തെ മറ്റേ സൽപ്പാട്ട് ചന്ദ്രനെ എന്നെ പോലെ അളിയാ കൂട്ടാ ഉമ്മ ഓ ആണാ പെട്ടെന്ന് ബാബുവാൻ തോന്നുന്നുണ്ടാ എനിക്ക് അലീന വന്നപ്പോട്ട് എന്നെ അടിക്കുവാണേ ഒന്ന് പറഞ്ഞേക്കണേ. എന്നെ ഓടിച്ചിട്ട് അടിക്കുവാണേ. എന്ത് ചെയ്യും കാണുമ്പോ വേറെ ആരായിട്ട് തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചിട്ട് അടിക്കുന്നത്. ഞാൻ ഓടാല്ലാതെ വേറെ എന്ത് ചെയ്യും? അതുകൂടാണ്ട് തൊട്ടപ്പുറന്ന് എലിയിട്ടടി. എനിക്ക് നിന്നെ തെരവിളിക്കാനൊക്കെ തോന്നണ്ട. ഇന്ന് സംസാരിക്കില്ലേ എനിക്ക് ബാബോട്ട് തോന്നും. എന്നെ പറ്റി ഇറങ്ങിയതുള്ളൂ ഇപ്പൊ. എന്തായാലും നാളെ അങ്ങോട്ട് വരാം, കാണാം. വാസണ്ണ ഓ പറടാ. അണ്ണ ഇങ്ങോട്ടാ. അണ്ണതേ അടുത്ത മീറ്റിംഗിലെ ആൾക്കാർ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇതെന്താ നേരെ അവരോടും കൂടി ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ. നമ്മൾ ഈ ജയിൽ ചാർലി സ്പീഡ് എന്നൊക്കെ പറഞ്ഞ അവരുമായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അയ്യോ അതല്ല ഇത് ജയിൽ ചാർലി അവന്റെ കൂടെ ഒരു സ്പീഡ് ഉണ്ട്. ആ ഒരു സ്പീഡ് ഉണ്ട്. DJ ചാർലിയാ അപ്പം അവരുമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായി. അവർ അടിച്ചൊന്ന് കത്തിച്ചു. അത് കഴിഞ്ഞ് അവര് റേഡിയോ കണക്ട് എന്റെ കൂടെ സംസാരമായപ്പം ഓസി പറഞ്ഞിട്ട് വാസുണ്ണൻ അതിലോട്ട് അവര് ഡ്രാഗ് ചെയ്തായിരുന്നു. വാസുണ്ണന്റെ അവന്റെ കെ വാസ് എന്നുള്ള പേരൊക്കെ അവര് അതിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഒരു ഫാമിലിയിലില്ല ഉള്ള എല്ലാ ഫാമിലിയോടെയും വള്ളി എടുക്കാൻ വേണ്ടി നടക്കുക. തന്തയെല്ലാം പറഞ്ഞ വലിച്ചിൽ കൊടുക്കണം നമ്മള്. ആരാണ് പേരെന്താ ഇപ്പൊ അവന്റെ പേര്? ജയിൽ ചാർലിയും സ്പീഡും. അവന്മാരെ കളഞ്ഞ അപ്പൊ രാവിലെ ഉച്ചയാകുമ്പോ കേറും പിടിക്കാൻ ഉള്ള എല്ലാ ഗാങ്ങുമായിട്ട് വള്ളി എടുക്കും. അത് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ഓസി പറഞ്ഞ് ഡ്രാഗ് ചെയ്തിട്ട് ഉടനെ നീ കേവാസിന്റെ അനിയനാണോ, ഈ കേവാസിന്റെ അനിയൻ, അത് മൾട്ടിപ്പിൾ ടൈംസ് അപ്പൊ തന്നെ വായ ചവിട്ടി കീറണ്ടേ അവന്റെ. സീനില്ല എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങള് ഇനി വരുവാണെങ്കിൽ നമ്മൾ നോക്കാം. അവനേലും ഗ്യാങ് കളിക്കുന്നുണ്ടോ? അവനേലും ഗ്യാങ് കളിക്കുന്നുണ്ടോ? CP ഇറക്കി വിട്ടു. കണ്ണാപ്പി ബ്രോ അവിടെ വന്നില്ലായിരുന്നു. അവിടെ അതിന് ആ സിറ്റുവേഷൻ കഴിഞ്ഞ് അവര് കുറച്ച് കഴിഞ്ഞിട്ടാണ് റേഡിയോ കണക്റ്റിട്ട് പറയുന്നത്. അപ്പോഴാണ് ഈ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കണ്ണാണ നോക്കിക്കോണേ, ഇതൊക്കെ നോക്കിക്കോണേ കണ്ണാണ. കുഴപ്പമില്ല എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം. എന്തായാലും വന്ന് പറഞ്ഞു. താങ്ക് യു. ഓക്കെ സുഖല്ലേ? ജിആറിലാണ് ഇപ്പൊ ഫുൾ ഉണ്ടാവല്. ഇത് GNR, ഇത് ഗ്യാങ് ആണ്. ഇവര് ഫാമിലി അതെ. എനിക്ക് എന്റെ ബ്രദേഴ്സ് അവിടുത്തെ. ഹലോ എന്താ വാസോണല്ലേ? അതെ എന്റെ പേര് ഡൂഡോച്ചി എന്നാണ്. ഡൂഡോച്ചി പറ. ഇപ്പൊ സിറ്റുവേഷൻ വല്ലതാണോ? am I disturbing you in any situation? No. ആക്ച്വലി ഞാൻ ഇന്ന് കുറെ നേരമായിട്ട് ഇതിന്റെ പുറകിൽ ഇരിക്കുവായിരുന്നല്ലോ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ജസ്റ്റ് ഒറ്റൊരു കാര്യം എനിക്ക് ബോധിപ്പിക്കാനുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. നീ പറ. ലൈക്ക്
ഞാൻ ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാൻ ടി വി ആയിട്ട് ഒരു സിറ്റുവേഷൻ ഒന്നിനും റോങ് ആയിട്ട് ഒന്നിനും നിന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഗ്യാങ് ഹൗസ് ചുമ്മാ കാണാൻ വന്നപ്പോ കിരീസായിട്ട് പെർമിഷൻ എടുത്തിട്ട് കാണാൻ കയറിയത്. അപ്പൊ സ്നൈപ്പിനെ കാണാൻ ഇടയുണ്ടായി. അപ്പൊ സ്നൈപ്പ് ചുമ്മാ വിത്ത് ഓൺ സീറോ റീസൺ ഹി കോൾ മീ അമ്പി കൊച്ചി. എന്ത് കാരണത്താലാണ് എനിക്ക് അറിഞ്ഞുകൂടാത്. ഞാൻ ഐ ഹാവ് ഓൾവേസ് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് എവരി വൺ ഇൻ ദ സിറ്റി ആൻഡ് എവരിവെയർ. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഇട്ടപ്പോ അത് ഭയങ്കര ഷോക്കാണ്. അത് എനിക്ക് പറയാനൊന്നുണ്ടായിരുന്നു. മേ ബി അതിന് മുമ്പത്തെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കണം. ഞാൻ ചോദിക്കാം എന്തായാലും. മുമ്പത്തെ ഇഷ്യൂ ആണെങ്കിൽ ഇപ്പൊ അതുപോലെ എത്ര സിറ്റുവേഷൻസ് അതെല്ലാം ഞാൻ പലപ്പോഴായിട്ട് എല്ലാവർക്കും പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുള്ളൂ. അപ്പോഴെല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് എങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഷോക്കായിട്ട് തോന്നി. അത് ഞാൻ ശരിക്കും അറിയിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് അറിയിച്ചതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും സംസാരിക്കാം. ഞാൻ സ്നൈപ്പിനോട് സംസാരിക്കാം. ഓക്കെ ഓക്കെ ஹலோ வாசு. ஸோ அந்த ஒபாமா கிட்ட ஒபாமாவோ அவன் கிட்ட 300 கன் இருக்குன்னு சம்சாரிச்சு அவனோட புள்ளி என்கிட்ட சொன்னான். ஓகே, ஸோ அது ஒண்ணு. ஸோ சந்திரா வித்திருந்தானா நான் என்கிட்ட ஒரு சிட்டிசன் கிட்ட இருந்து ஒரு 5 கன்ஸ் நான் கலெக்ட் ചെയ്ത്. ഇതേ ചന്ദ്രൻ അറിയാതെ നമുക്കിത് തൂക്കണം. ഓക്കെ, ഇത് ഇവന്റെ വലങ്കൈ ആയിരിക്കും ഉറപ്പായിട്ടും അവൻ. അല്ലാതെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. என்கிட்ட 5 சீரியல் நம்பர் உண்டு. ஓகே, அது ஆனா நம்ம ஒருவேளை மிஸ்டர் எக்ஸ் கிட்ட கொடுத்தா அது நம்ம கண்ணுனா நம்மளுக்கு ப்ராப்ளம் ஆகும். அதனால தான் கொடுக்கல. മനാവ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. അയ്യോ ഗൈസ്, മനാവ് ബ്രോ എനിക്കൊരു സാധനം മേടിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഓക്കെ കോച്ച്, ഓക്കെ സെറ്റ്. കോച്ച് ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാവേ. പറയടാ. പറ ഇല്ലോനെ. അല്ലല്ല, മറ്റേ സിറ്റുവേഷൻ കോച്ച് പറഞ്ഞ ഇവിഎക്സിന്റെ വില പറഞ്ഞായിരുന്നോ കോച്ച്? ഇല്ല ഒന്നും പറഞ്ഞില്ല കോച്ച്. ഇവിഎക്സിന്റെ മറ്റേ മീറ്റിംഗ് കാര്യം പറയണ്ടോ? നാളെ ഗ്യാങ് മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അല്ല, ഇന്നൊരു കാര്യം ചെറിയ ഒരു മിനിറ്റ് ഇതാ വരുന്നേ. ഹലോ ഞാൻ കുറച്ച് തിരക്കിലായി പോയി. നീ ഇടയ്ക്ക് വരുന്നോണ്ടേ സിറ്റിയിൽ കുറെ കാര്യങ്ങൾ സോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, കൺസൈൻമെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോ അതിന്റെ ഇടയ്ക്കാ. നാളെ ഞാൻ കുറച്ച് നേരം സിറ്റിയിലുണ്ടാവും. അപ്പൊ നാളെ ഞാൻ ദർശനം വന്ന് കണ്ട് സംസാരിച്ചോളാം. ഞാൻ ഓക്കെയാണ്. ദർശനം ഓക്കെ അല്ലേ? ഓക്കെ ഫുഡൊക്കെ കഴിച്ച് ഇതായിട്ടിരിക്കേ, സന്തോഷമായിട്ടിരിക്കേ. ഓക്കെ see you. அவங்க வந்து ரொம்ப பேட் ஆயிட்டு பண்றாங்க. I love you. ഓൾറെഡി കളക്ട് ഓൾറെഡി ഉമാരെ അടുത്ത് റേഡിയോ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് പിന്നെ റൗണ്ട് അടിക്കുമ്പോ ശരിയാവും. മറ്റേ കഴപ്പ് ആരുടെ ജോബിന്റെ ഇടയ്ക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന സാധനം ഉമാരെ അടുത്ത് ഓൾറെഡി വിളിച്ച് ഒരു കോണയായത് ഉച്ചക്ക്. അത് പിന്നെയും டைம் ஸ்பெண்ட் பண்ணி கிரைண்ட் செய்து. ஓகே, அவர் வந்து கார்ல இருக்க டிரைவரை சுட்டுட்டு சாணத்தை எல்லாத்தையும் எடுத்துட்டு போயிட்டு அமாரு செல் செய்தடா. അടിപൊളി. അതെന്താ ചോദിക്കാൻ ചോദിച്ചപ്പോൾ പേര് ഡിഫറെന്റ് പേര് പറയുறாங்க. அப்புறம் கரெக்டான டீடைல்ஸ் இல்ல. பட் ஆனா நிறைய பேர் அப்புறத்து சைடுல இருக்கிற எல்லாரும் പറഞ്ഞു அது EVX தான் கன்ஃபார்ம். ഇല്ല ഇന്നല്ല നാളെ വെക്കാം. എടാ എല്ലാരും വരണം കേട്ടോ. നാളെ ഗ്യാങ് മീറ്റിംഗ് ഉണ്ട്. എടാ ഡൂഡൂച്ചി വിളിച്ചായിരുന്നു എന്നെ. വിളിച്ചെന്നെ. അല്ല, അമ്പി കൊച്ചിയായിരുന്നു. എടാ നീ അവനെ അവൻ ഗാങ് ഹൗസ് പെർമിഷൻ ചോദിച്ചിട്ട് കീരിയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാ കേറിയ. നീ അവനെ ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് കയറി അമ്പിന്ന് വിളിച്ചെന്ന്. ഒരു കാര്യമില്ലാണ്ടെന്നല്ലാണ്. അയ്യോ ഇത് ആരാ? അയ്യോ ഇത് എപ്പ എത്തി? എനിക്കൊരു കാര്യം കണ്ടിരുന്നെങ്കിൽ ഉടനെ നമസ്കാരം പറഞ്ഞേ. നീ കുഞ്ഞു വായിലിടല്ലേ പോയിട്ട് അവിടെ. എടാ എല്ലാരും ഇരുന്നൊരു കാര്യം പറയണം. എടാ ഈ അല്ലെങ്കിൽ ഇരിക്കുകയാണ് ഒരു കാര്യം പറയണം. എടാ പിന്നെ
ഈ സിറ്റിസൺ റോബറി ഉണ്ടല്ലോ അതങ്ങ് നിർത്തണേ. അത് എടാ പഴയ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടേരടാ. അത് വീണ്ടും വീണ്ടും സംസാരിക്കണ്ട. അവന്മാർ അതൊക്കെ മറന്നു വീണ്ടും സിറ്റിയിൽ വന്നതല്ലേ. അപ്പൊ പിന്നെ അത് സംസാരിച്ച് ഇനി വേടാക്കണ്ട വെറുതെ വിട്ടേരെ. ഈസിയായിട്ട് ഒന്നും പറയണ്ട. പഴയ കാര്യങ്ങള് നിനക്ക് ബോധമുണ്ടോ നിനക്ക് ചന്ദ്ര? ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് ചന്ദ്രനാണ്. പറയാതിരിക്കാൻ വയ്യ. ദയവേത് ചന്ദ്ര നീ മാത്രം പറയല്ല കണ്ണാപ്പി, നീ മാത്രം പറയല്ല കണ്ണാപ്പി, നീ മാത്രം പറയല്ലേ കണ്ണാപ്പി, നീ മാത്രം പറയല്ലേ ഇവിടെ നിന്ന്. പിന്നെ സമയത്തിൽ ഇരുന്നാണെങ്കിൽ പോലും ഈ ഫേസ് ക്യാം ഇട്ട് തെറി അവരാധിക്കുന്ന പരിപാടി നിർത്തിക്കോണം. അത് ചന്ദ്രൻ ചെയ്യാറില്ല. എടാ ഒരേ കാര്യം പറയാനുള്ളൂ എനിക്ക്. സിറ്റിസൺ റോബറി നിർത്തിക്കോ. അത് വേണ്ട, അത് കൊറേ അലമ്പായി ഇവിടെ. ഇനി റോബിയാണ് എന്തിനാ സിറ്റിസനെ? നമുക്ക് ആവശ്യത്തിനുള്ള ഗണ്ണും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. കൈ പൊക്കിക്കുക, അമ്മരെ ജട്ടി ഒരു അടിച്ചു മാറ്റുക, എന്തൊക്കെ ഈ അമ്മര് കാണിക്കണെന്ന് അറിയാവുന്ന. വള്ളി എടുക്കുന്ന വള്ളി എടുത്ത് ഈ കയ്യിലിരിക്കുന്ന സാധനം പറക്കിക്കൊണ്ട് വരണ്ട. എന്തിനാ ഈ വില്യം മോനെന്ന് പറയണവൻ അപരാധിയാ. കാട്ടപരാധി. അതിന് വേണ്ട, അതിന് വേണ്ട. മിണ്ടായിരിക്കണം. സിറ്റിസൺസിനെ റോബ് ചെയ്യുന്ന പരിപാടി നിർത്തിക്കോണം. എന്തേലും കൊണയായിട്ട് ഇപ്പൊ ഏതായാലും സിറ്റുവേഷൻ ആയിട്ട് അവിടെ നിന്ന് നമ്മള് വെറുതെ സിറ്റിസൺ ആയിട്ട് പോയി എടുക്കല്ലടാ. അത് അങ്ങനല്ല, അത് ചുമ്മാ അനാവശ്യമായിട്ടുള്ള വള്ളിയാവുന്നുണ്ട് കൊറേ. അതുകൊണ്ടാ പറഞ്ഞേ അങ്ങനത്തെ സിറ്റുവേഷന് വേണ്ട കേട്ടോ. ഇത് മാമ നീ ഇപ്പൊ സിറ്റിസൺ ആണ്. 30 ദിവസം 1 മാസം സിറ്റിയില് എനിക്ക് റോബർ ചെയ്യാമോ? റോബറി ചെയ്യാൻ ആൾക്കാർ അടിയുടെ കുറവുണ്ട് അവനൊക്കെ. നിന്നെ അടിക്കാനാണ് അരമണിക്കൂർ. പിന്നെ ഡ്രസ് വെക്കണേ. എടാ ഞാൻ കാര്യം പെട്ടെ, ഇന്നിവിടെ കൊറേ പേര് വാസവണ്ണ റെസ്പെക്ട് ഇല്ല, കൊറേ പേരുടെ ഓരോ സംസാരിച്ചു. ബർഗർ ഷോട്ട് ഇന്ന് ബർഗർ ഷോട്ട് അല്ലല്ല എന്റെ അടുത്ത് റെസ്പെക്ട് ഇല്ലാതെ ആരെ സംസാരിച്ചു പറഞ്ഞ കേക്കട്ടെ. ബർഗർ ഷോട്ട് ബർഗർ ഷോട്ട് ഇൻസിഡന്റ് പറയാ. മാമങ്ങ നമ്മളാണ് ഇവിടെ ബർഗർ ഷോട്ട് ബർഗർ മേടിക്കാൻ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ അടുത്ത് റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചത് ഇവിടുത്തെ ഒരു കോ-ലീഡർ ഊമ്പം മാത്രമാണ്. മനസ്സിലായേ? ആരും സംസാരിച്ചിട്ടില്ല. വേറെ ആരും ഇവ മാത്രമാണ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. പറയണ കാര്യം കേൾക്കാതെ ഗ്യാങ്ങിനോട് ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാതെ കോ-ലീഡർ എന്നുള്ള രീതിയിൽ തമാശ കളിച്ചിരിക്കുന്ന സീരിയസ് സിറ്റുവേഷൻ. ഇന്ന് ഗ്യാങ് പോണ്ടാണോ ചന്ദ്രന്റെ തമാശ കളി കാരണം? ഒരു കാര്യം ചോദിച്ചോട്ടെടാ, നിന്നെ ഞാൻ ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ സമയത്ത് സിറ്റി കാണുന്ന പോലും ഇന്ന് നീ തർക്കിക്കാതെ. ഞാൻ എല്ലാ ദിവസം ഇല്ലായിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട്. ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമല്ലോ വന്നുള്ളൂ. നിന്റെ ചന്തിയിലെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നീ വന്നത് ഇപ്പൊ 3-4 ദിവസം ആയതോളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ അതല്ല പറയുന്നേ. അല്ല നീ ഇതിനൊന്നും വരാതെ നീ മറ്റേ ലോറയുടെ അപ്പിയും കൊണ്ട് നടക്കണം. നീ എന്തിനാണ് ഇന്ന് ഗ്യാങ് മീറ്റിങ്ങിന് പോയത്? ഇതിനകത്ത് പോയത് ഇവന്മാരും അതെന്റെ ചോദ്യം. വിളിച്ച് കൊറേ നേരം കൊണ്ട് 16 വർഷം മുന്നേ ആവശ്യമുണ്ട്. 16 വർഷം മുന്നേ നിനക്ക് എങ്ങനെ നിന്നാണ് റെസ്പോൺസിബിലിറ്റി ഒക്കെ വന്നു തുടങ്ങിയത്? അല്ലാതെ ഞാൻ തെണ്ടിയ ദിവസമുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച പോലും, കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് വരെ. എല്ലാവർക്കും അറിയാം നീ എന്തിനൊക്കെ വരാറുണ്ടോ. നീ ആരെയും ബോധിപ്പിക്കല്ലടാ. നമുക്കറിയാം, നമുക്ക് കാണുന്നവർക്കൊക്കെ അറിയാം. എടാ ഈ 3 ദിവസം വന്നിട്ടുള്ള കണക്ക് എനിക്ക് കേൾക്കുന്നത് ഭയങ്കര അരോചകമാടാ.
സത്യമായിട്ട് ഇത് വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുക. എനിക്കിത് കേൾക്കുമ്പോ അണ്ണാ ഈ 3 ദിവസം മുന്നേ വന്നവന് 30 ദിവസം മുന്നേ വന്നവനും കൂടി ഇന്ന് മിസ്റ്റർസിന്റെ ഗ്യാങ് മീറ്റിംഗിന് പോയേക്കണ്. എന്ത് കാര്യമുണ്ട് അവരെ കൊണ്ടുവന്ന് നിനക്ക് എന്തൊരു ബോധം ഉണ്ടായിരുന്നു? അതാ ഞാൻ ചെയ്യുന്നവന് അതാ കണ്ടില്ലേ, ഫുഡ് കഴിക്കാതെ മരിച്ചു വീണു. ഫുഡ് കഴിക്കാതെ ഇവനൊക്കെ പെട്രോൾ വെച്ച് കത്തിക്കണം. മാറ് ആ ദൗത്യം എങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാനൊരു കോലിയിടല്ല. ഇവനെ കത്തിച്ചു കഴിഞ്ഞാൽ പോണല്ലോ, ഇവനെ കത്തിച്ചാ പോണല്ലോ വണ്ടി പോയി. ചന്ദ്ര അടങ്ങിയിരിക്കടാ, വെടി വെക്കല്ലേടാ. അപ്പൊ നാളെ എന്തായാലും എല്ലാരോടും വിളിച്ചിട്ട് ഒരു ഗ്യാങ് മീറ്റിംഗ് വെക്കണം എന്തായാലും. പിന്നെ ഇന്ന് ലേറ്റ് ആയിട്ട് കൺസൈൻമെന്റ് വന്നവരുടെ അടുത്ത് അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എനിക്ക് ആരെയൊക്കെ മാറ്റണം ആരെയൊക്കെ ഇടണം എന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് ആർക്കും ഫീൽ ബാഡ് ആവണ്ട, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ. കോച്ചിന് എന്താ പറയാൻ? കോച്ച് പറ എന്തടാ പണണോ പറടാ. അത് അവന്മാരെ അക്സെപ്റ്റ് ചെയ്താ നാളെ പിടിച്ചിട്ട് പൊട്ടിക്കാം. നിനക്ക് ഗ്യാങ് സസ്പെൻഷൻ ആണ് 5 ദിവസം വെടിവെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോടാ മുറി അവിടെ പോയി ഞാൻ പറഞ്ഞുതരാം. കൊറേ വാട്ടിനാണോ 3 വാട്ടി ചുമ്മാ വന്നിട്ട് വേറെ പേര് പറഞ്ഞിട്ട് ഓടിടും. അപ്പുറം നൈസായിട്ട് ഭാഷ മലയാളം ഒന്നല്ലേ മലയാളം കോച്ച് അത് ചെയ്യാം. ഇനിയിപ്പോ അങ്ങനെ വരുമ്പോ കോച്ച് ഒരുമിച്ച് നിന്ന് അവരെ അടിച്ചിടുക, അടിച്ചിട്ടിട്ട് ഇതാക്കാൻ മതി. ബാനൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ കാര്യം. എന്റെ നിന്നോടല്ല ചന്ദ്രൻ ഞാൻ പറഞ്ഞ മനസ്സിലായിക്കോളാം. ഈയിടെയായിട്ട് കുറച്ച്